ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പിൻട്രസ്റ്റി ജേണൽ ഐഡിയാസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ബുക്ക് നിങ്ങൾക്ക് അറിയാലോ, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ജേണൽ ബുക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ജേണലിംഗ് ഒന്നും ചെയ്യാതെ നിൽക്കണ്ട. പിന്നെ ഈ ഒരു പിൻട്രസ്റ്റി ജേണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറച്ച് പാറ്റേൺ വരുന്ന പേപ്പേഴ്സ് പ്രിന്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സും പ്രിന്റ് എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിന്റെ മുന്നേ ഒരു ജേണൽ സെറ്റ് ഉണ്ടാക്കിനല്ലോ. അപ്പൊ ആ ഒരു ജേണൽ സെറ്റിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസും ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ജേണലിങ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ജേണൽ സപ്ലൈസ് ഒന്നും ഇല്ല എന്ന് പറയാണ്, അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടുവെക്കുക. ചാനലിൽ ഒരുപാട് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്നതും ജേണലിങ്ങിനെ കുറിച്ചിട്ടൊക്കെ കുറേ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് പേജിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. നമ്മളൊരു ജേണൽ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യത്തെ പേജ് നമുക്ക് എങ്ങനെ ഭയങ്കര പിൻട്രസ്റ്റി ലുക്കിൽ ചെയ്യാന്നുള്ളതാട്ടോ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേൺ പേപ്പർ ആണ് ഞാൻ ഇവിടെ ഒട്ടിക്കുന്നത്. ഈ ഒരു പേപ്പർ പ്രിന്റ് എടുക്കാൻ 10 രൂപയാണ് ആവുക A4 സൈസിന്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല, അതല്ലെങ്കിൽ പ്രിന്റ് എടുക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ വരച്ചു കൊടുത്താൽ മതി. അതായത് കളറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ച് തട്ടിക്കൂട്ടി എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് ആൻറ്റി ക്യാൻഡി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എൻ്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ പെർ പോളറോയിഡ് 9 റുപ്പീസേ ആവണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പോളറോയിഡ് പിക്ചേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഓരോ ലിങ്കും താഴെ കൊടുക്കുക. പിന്നെ ഈ ഒരു പോളറോയിഡ് പിക്ചേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. അതേപോലെ അതിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ പോളറോയിഡ് പിക്ചേഴ്സ് ആക്കിയിട്ട് ഞാൻ തന്നെ പ്രിന്റ് എടുക്കലുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ഇത്രക്ക് പെർഫെക്ഷൻ കിട്ടലില്ല കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യണേക്കാട്ടിലും ഇതേപോലെയൊക്കെ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പിലും ലുക്കിലും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പിക്ചേഴ്സ് ഇതേപോലെ പോളറോയിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആന്റി ക്യാൻഡിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു ഇൻസ്റ്റന്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് എൻ്റെ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്നിട്ട് ആ ഒരു സെന്ററിലൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 2 പിക്ചറും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. പിക്ചറല്ല, സ്റ്റിക്കർ. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഒരു ഹാങ്ങിങ് ഉണ്ടാക്കി കൊടുക്കല്ലോ, അതിൻ്റെ ഒരു മിനി വെർഷനും കൂടി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് കളർ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കളർഫുൾ ആക്കി എടുത്താൽ മതി. ഇനി അതിൽ ഞാൻ എൻ്റെ പേരാട്ടോ എഴുതി കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളെ പേര് എഴുതി കൊടുക്കുക. ഇത് നമ്മളെ ഫസ്റ്റ് പേജ് ആണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഈ ഒരു ബുക്കിൽ ഫസ്റ്റ് പേജ് ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഈ ഒരു ബുക്കിന്റെ പകുതി ഭാഗത്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ജേണൽ എന്നും കൂടി എഴുതിയിട്ടുണ്ട്, അതായത് റിച്ച് ജേണൽ. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ജേണൽ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഡേറ്റ് ഒക്കെ എഴുതാനുള്ള ഒരു ഗ്യാപ്പും കൂടി വിട്ടുകൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനി, പക്ഷെ മറന്നുപോയി. ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് ഓർമ്മയായത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് പേജിന്റെ ജേണൽ ഐഡിയ എന്ന് പറയുന്നത്. ഇതേപോലെ ഞാൻ ഈ ബുക്കിലെ ഫസ്റ്റ് ജേണൽ പേജ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് കാണിച്ചു തരുന്നത്. ഇത് സിമ്പിൾ ആണ്, ഞാൻ ഓൾറെഡി ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഐഡിയ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എന്താണ് ഫസ്റ്റ് പേജിൽ ചെയ്യുക നമുക്കൊരു പിൻട്രസ്റ്റി ലുക്കിൽ നിന്ന്. ഒന്നുമില്ല, നമ്മളെ കയ്യിൽ നമ്മളെ ഫോട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ. അതില്ലെങ്കിൽ അത് വേണ്ട. അപ്പൊ നമ്മളെ ഇഷ്ടത്തിന് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ലാസ്റ്റ് ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇയറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെയ്യുന്ന ഡേറ്റ് ഒക്കെ ലാസ്റ്റ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ഇനി ലാസ്റ്റ് പേജിൽ ചെയ്യാനുള്ള ഐഡിയ കാണിച്ചുതരാം കേട്ടോ. ഈ ഒരു ബുക്കിന്റെ ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ എനിക്ക് 2 സൈഡും വേണം. അതുകൊണ്ട് ഞാൻ ഈ തൊട്ട മുന്നിലുള്ള ഈ ഒരു പേജിലാണ് ചെയ്യുന്നത്. മറ്റു പേജിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഷോർട്സ് ഒക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതോ. അപ്പോ ഈ ഒരു പേജിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻവലപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറേ മുന്നേ കടയിൽ നിന്ന് മേടിച്ചത്. ഇനി 1 രൂപ 2 രൂപ 80 പൈസ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പൊ അത് ഈ ഒരു പേജിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് പേജിൽ ചെയ്തല്ലോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കളർ പേപ്പർ കട്ട് ചെയ്തിരുന്നല്ലോ. അപ്പൊ ഇതിൽ ഞാൻ ഇങ്ങനെ
ചെറിയ ചെറിയ ഡിസൈൻ ഉണ്ടല്ലോ, നമ്മളെ ഐഡിയക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നേരത്തെ നമ്മൾ ചെയ്തല്ലോ ആ ഒരു സെയിം മെത്തേഡ് തന്നെ കേട്ടോ, ഒരു നൂല് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പേജിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ലെറ്റേഴ്സ് ഇങ്ങനെ പ്രിന്റ് എടുത്തിനിയല്ലോ, അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഡിയർ ജേണൽ എന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഓരോ സ്പെല്ലിങ്ങും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ കേട്ടോ ഇനി നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഞാനൊക്കെ ഇപ്പൊ ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലും ഞാൻ വിചാരിച്ച് ഫോട്ടോ എന്തായാലും ഉണ്ടല്ലോ, അപ്പൊ ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വിചാരിച്ച്. നിങ്ങളെടുത്തില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിക്കണം, ഒരു മെമ്മറി ബുക്ക് പോലെ കുറെ കാലം കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ രസമാണല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ പ്രിന്റ് എടുത്തിട്ട് ഒട്ടിക്കാട്ടോ. പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു യെല്ലോ പേപ്പർ സൈഡ് ഇങ്ങനെ ചെറുതാക്കി കീറിയിട്ട് അതും കൂടി ഒന്ന് ബോർഡർ പോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണം. അപ്പൊ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാട്ടോ. ഇതിൽ ഈ ഫോട്ടോന്റെ അടിയിൽ എന്തേലൊക്കെ ഒരു തോട്ട് ഈ ജേണലിനെ കുറിച്ചിട്ടോ അതല്ലാതെ എന്തിനേയും പറ്റിയിട്ട് നമ്മൾ ഐഡിയക്ക് എഴുതി കൊടുക്കാട്ടോ. ഇനിയിപ്പോ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നില്ല, മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി നോക്കുക. നമ്മളല്ലേ വായിക്കുള്ളൂ നമ്മളെ ജേണല്. അപ്പൊ ഞാൻ അതേപോലെ എഴുതി കൊടുക്കാണ് കേട്ടോ. പിന്നെ ആ ഒരു എൻവലപ്പ് ഞാൻ വെറുതെ മോഡലിന് വെച്ചതല്ല കേട്ടോ, അതിലൊരു ലെറ്ററും കൂടി എഴുതിയിട്ട് കൊടുക്കണം. ഫ്യൂച്ചറിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ജേണൽ ബുക്ക് തുറന്നു നോക്കുമ്പം അപ്പം എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്ററാണ് എഴുതുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ ഐഡിയൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഇതേപോലെ കോപ്പി അടിച്ച് എഴുതണം എന്നൊന്നുമില്ല കേട്ടോ, നമുക്കാണ് വായിക്കാനുള്ളത്. അതായത് നിങ്ങൾക്ക് വായിക്കാനുള്ളത് എന്താണോ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ ഐഡിയക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുക. ഞാനിപ്പോ ഒരു മോഡലിന് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാണ് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ആയി പോയതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോന്റെ അടുത്ത് കുറച്ച് കവായി സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുന്നൊക്കെ ചെയ്തിട്ടുള്ള ജേർണലിനെക്കാട്ടിലൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു എൻവലപ്പിന്റെ മേലെ, അതായത് അതൊന്ന് ക്ലോസ് ചെയ്യണല്ലോ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിക്കറാട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ ലാസ്റ്റ് പേജിന്റെ ഐഡിയും ഇവിടെ കഴിഞ്ഞ്. അപ്പൊ സിമ്പിൾ ആണ് ചെയ്യാന്. പിന്നെ ഞാനിത് ഓരോന്നും ഓരോ ദിവസത്തിലാട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ കുപ്പായം മാറുന്നത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ജേണൽ ബുക്ക് കഴിയുമ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മളെ ബർത്ത്ഡേ തീമിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പേജിൽ ചെയ്യാ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റെഡ് കളറിൽ വരുന്ന ഈ ഒരു ഗ്രിഡിൻ്റെതാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പേജിന് സൈസ് ആക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക.
ഇനി അതിക്ക് മാച്ച് ആക്കിയിട്ട് ഉള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ഈ റെഡ് തീമിലുള്ളത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിന്റെ ഒരു കുറവും കൂടി ഉണ്ട്. പക്ഷെ ഞാൻ തൽക്കാലത്തിന് ഈ ഒരു വത്തക്കയും സ്ട്രോബെറിയും ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും ഇപ്പൊ ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ബർത്ത്ഡേന്റെ അന്നൊക്കെ എടുത്തിട്ടുള്ള എന്തെങ്കിലും പിക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു പേപ്പർ ഞാൻ 2 കോർണറിലായിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതാട്ടോ, ഏത് ഡിസൈനിൽ വേണം എന്നൊക്കെ നോക്കിയിട്ട്. ഇനിയിപ്പോ ഞാൻ അതേപോലെ ഒന്ന് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാട്ടോ ചെയ്യണത്. പിന്നെ നമുക്ക് എന്തെങ്കിലും കോഡ്സോ കാര്യങ്ങളൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കാട്ടോ ഇതേപോലെ. അപ്പൊ ഞാനിത് ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ കാണുമ്പോൾ നല്ല വാവ് എന്ന് തോന്നണ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തതേനി കേട്ടോ. ഇതും ബർത്ത്ഡേ തീമിലുള്ളതാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്തതാണ് കാണാൻ ഭംഗി. ഇനി നമുക്ക് ഇതുവരെ ചെയ്തതിന്റെ ഒരു ചെറിയ ഫ്ലിപ്പ് ത്രൂ ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ചെയ്തതൊക്കെ ഈസിയാണ് ചെയ്യാൻ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാനൊരു 5-6 ഐഡിയയും കൂടി ഒക്കെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി. പക്ഷെ ഇതന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലത്തെ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, നമുക്ക് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.